രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെവിയിൽ പ്രാണി പോയി ഡോക്ടറെ. വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണിത്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. പലപ്പോഴും രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ചെവിയിൽ പ്രാണിയോ പാറ്റയോ വണ്ടോ മറ്റോ പോകുന്നത്. അത് ചിറകടിച്ച് കളിക്കുന്നത് കൊണ്ടും പിന്നെ അസഹനീയമായ വേദനയും അസ്വസ്ഥതയും ചില ആളുകൾ പറയാറുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമല്ലെങ്കിൽ പോലും പലപ്പോഴും ചെറിയ കുട്ടികളിലൊക്കെയാണ് പോകുന്നതെങ്കിൽ പേരൻസ് ഭയങ്കരമായിട്ട് അങ്കലാപ്പിലാവാറുണ്ട്. ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്തുകൂടാ, എങ്ങനെ ഈ പ്രാണിയെ പുറത്തെടുക്കാം, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് മൊബൈലൊക്കെ അരണ്ട വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ പ്രാണികൾ ഈ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് ചെവിയിലുള്ളിൽ കയറാറുണ്ട്. അതേപോലെ രാത്രി ഹെൽമെറ്റൊക്കെ വെച്ച് സഞ്ചരിക്കുമ്പോൾ പകൽ സമയത്ത് ഈ ഹെൽമെറ്റ് സ്കൂട്ടറിൻ്റെയൊക്കെ മേളിൽ തൂക്കിയിട്ടിരിക്കുന്നതാണെങ്കിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രാണികൾ രാത്രി നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ചെവിക്കുള്ളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ചെവിയുടെ ഉള്ളിൽ കുറച്ച് ചൂടുള്ളത് കൊണ്ടും പെട്ടെന്ന് ഇറങ്ങിപ്പോവാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത്. ചെറിയിട്ടടിക്കുമ്പോൾ രോഗിക്ക് അസ്വസ്ഥതയുണ്ടാവുന്നു, ചിലപ്പോഴൊക്കെ വേദനയുണ്ടാവാം. വളരെ വലിയ പാറ്റയൊക്കെ ചെവിയുടെ ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ചെവിയുടെ ഇയർ ഡ്രം അഥവാ ടിമ്പാനിക് മെംബ്രെയിനും കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു ജീവി വട്ടൻ അഥവാ പട്ടുണ്ണി എന്നുള്ളതാണ്. മലയോര മേഖലകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. കന്നുകാലികളുടെയും മറ്റും പുറത്തുള്ള ഈ ജീവി ചെവിയുടെ ഉള്ളിൽ കയറി പറ്റിയാൽ അസഹനീയമായ വേദനയായിരിക്കും. ചെവിയിൽ നിന്ന് കറുത്ത കാഷ്ടം പോലൊരു സാധനം പുറത്തേക്ക് വരുന്നതും കാണാം. അപ്പോൾ പ്രാണി ചെവിയിൽ പോയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആശങ്കപ്പെടാതെ വളരെ സമാധാനപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പാനിക്കാവും തോറും ചെവിയുടെ ഉള്ളിൽ ഈ പ്രാണി ചിറയിട്ടടിക്കുന്നത് കൂടും. സമാധാനമായിട്ടൊന്നിരുന്ന് ഒരു ടോർച്ച് അടിച്ച് നോക്കുക. ചെവിയുടെ ഉള്ളിൽ ഈ പ്രാണിയെ അല്ലെങ്കിൽ ജീവിയെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് പുറമേ നിന്ന് കാണുന്ന രീതിയിൽ അതുണ്ടെങ്കിൽ മാത്രമേ ഇതെടുക്കാൻ ശ്രമിക്കാവൂ. അസഹനീയമായിട്ടുള്ള വേദന അനുഭവിക്കുന്നെങ്കിൽ ചെറിയ ചൂടുള്ള ഇളം ചൂടുള്ള വെള്ളം ഒരു 10-15 തുള്ളി ചെവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ മുങ്ങി ഈ പ്രാണി സാധാരണഗതിയിൽ ചത്തുപോകും. ഇനി വെള്ളം ഒഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ വളരെ നേരത്തെ ഒരു ചൂടിൽ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ബേബി ഓയിലോ മറ്റോ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ഓയിലും ഒക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെവിയുടെ ഉള്ളിൽ മുമ്പ് സർജറി ചെയ്തിട്ടുള്ളവർ, അതല്ലെങ്കിൽ ചെവിയുടെ കർണപുടത്തിന് ഹോൾ ഉണ്ടെന്ന് ഡോക്ടർമാർ നേരത്തെ അറിയിച്ചിരിക്കുന്നവർ, അതല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിൽ നിന്ന് ഫ്ലൂയിഡുകൾ നീക്കം ചെയ്യാൻ വേണ്ടി വെന്റിലേഷൻ ട്യൂബ് അഥവാ മിറിങ്കോട്ടമി ചെയ്ത് ട്യൂബ് ഇട്ടിട്ടുള്ള രോഗികൾക്ക് ഒരിക്കലും വെള്ളവും എണ്ണയും ഒന്നും ചെവിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചെവിയിൽ ഒരു പ്രാണി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല. വളരെ ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഇത് എടുക്കാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. ഈ പ്രാണി കൂടുതൽ ഉള്ളിലേക്ക് പോവുകയും ചെവിയുടെ പാടയ്ക്ക് അപകടം പറ്റാനുള്ള സാധ്യതയുമുണ്ട്. അതുമാത്രമല്ല, ചെവിയുടെ ചുറ്റുമുള്ള തൊലി വളരെ നേർത്തതാണ്. അതിൽ കേടുപാടുകൾ സംഭവിച്ച് ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരിക്കലും ചെവിയുടെ ഉള്ളിൽ ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഇതെടുക്കാൻ ശ്രമിക്കരുത്. ചെവിയുടെ പാടയ്ക്ക് ഹോൾ ഉണ്ടെന്ന് നേരത്തെ അറിയുന്നവരാണെങ്കിൽ ഒരിക്കലും വെള്ളവും എണ്ണയും ഒന്നും ചെവിയുടെ ഉള്ളിൽ ഒഴിക്കാനും പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ ഒഴിച്ച് ഈ പ്രാണിയൊന്ന് ചത്തെന്ന് ഉറപ്പാക്കിയാൽ പിന്നെ ധൃതിപ്പെടാതെ പിറ്റേ ദിവസം ഒരു ENT ഡോക്ടറെ കണ്ട് സാവധാനത്തിൽ ഈ പ്രാണിയെ പുറത്തേക്ക് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പട്ടുണ്ണി അഥവാ വട്ടൻ എന്ന ജീവിയാണ് ഉള്ളിൽ പോയിരിക്കുന്നതെങ്കിൽ കുറച്ച് കാലത്തേക്ക് ചെവിയിൽ വേദന അനുഭവപ്പെട്ടേക്കാം. ഇതും കുറച്ച് കാലം കൊണ്ട് സാവധാനത്തിലേ മാറുകയുള്ളൂ എന്നുള്ളത് ഇത്തരം ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ ചെവിയിൽ പ്രാണി പോവുക എന്നുള്ളത് ഒരു വളരെ എമർജൻസി സിറ്റുവേഷൻ അല്ല. രോഗികൾക്കിത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അത് സാവധാനം അതൊന്ന് നിർജീവമായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ENT ഡോക്ടറെ കാണിച്ച് എടുത്താൽ മതിയാവും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.